നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബോണ്ട് രാഷ്ട്രീയം വഴി പ്രധാനമന്ത്രി തീവെട്ടിക്കൊള്ളയ്ക്കാണ് വഴിയൊരുക്കിയതെന്ന് രാഹുൽ ഗാന്ധി. തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഓഡിറ്റിംഗ് നടത്തി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് CARUA. SYS പ്ലാറ്റൂൺ സേനാ പ്രഖ്യാപനവും പ്ലാറ്റൂൺ അസംബ്ലിയും ഏപ്രിൽ 19 കോഴിക്കോട്. MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കലാജാഥ ബേപ്പൂർ മണ്ഡലത്തിൽ. എരവട്ടൂർ കുട്ടോത്ത് തേക്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. രാഷ്ട്രീയത്തിന്റെ ശുദ്ധീകരണത്തിനാണ് ബോണ്ട് വഴിയൊരുക്കുക എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ബോണ്ട് രാഷ്ട്രീയം വഴി തീവെട്ടിക്കൊള്ളയ്ക്കാണ് വഴിയൊരുക്കിയതെന്ന് രാഹുൽ ഗാന്ധി. കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ UDF മഹാറാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച UDF മഹാറാലിയിൽ പതിനായിരങ്ങൾ അണിനിരന്നു. വൈകിട്ട് 5:30 ആരംഭിക്കുമെന്ന് പറഞ്ഞ മഹാറാലിയിൽ പങ്കെടുക്കാനായി UDF പ്രവർത്തകർ വൈകിട്ട് 4:30 തന്നെ ബീച്ചിലെത്തി. 7:45 രാഹുൽ ഗാന്ധി വേദിയിലെത്തി. ബോണ്ട് രാഷ്ട്രീയം വഴി തീവെട്ടിക്കൊള്ളയ്ക്കാണ് പ്രധാനമന്ത്രി വഴിയൊരുക്കിയതെന്ന് രാഹുൽ ഗാന്ധി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. And over the last 5 years, the people of Kerala have taught me many things. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മലയാളക്കരയിലെ ജനങ്ങൾ എന്നെ ഒരുപാട് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. I used to see Kerala from far away. Now I've had the opportunity to see Kerala from very close. വിദൂരതയിൽ നിന്ന് കേരളത്തെ നോക്കിക്കണ്ടിരുന്ന എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് വീണ്ടും ഈ നാടിനെ പറ്റി അറിയുന്നതിനും മനസ്സിലാക്കാനും ലഭിച്ച അവസരത്തിൽ അതീവ സന്തുഷ്ടനാണ് ഞാൻ. പരിപാടിയിൽ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, കോഴിക്കോട്, വടകര, മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, ET മുഹമ്മദ് ബഷീർ, EP അബ്ദുസ്സമദ് സമദാനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഓഡിറ്റിംഗ് നടത്തി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. സുരക്ഷയുടെ കാര്യത്തിൽ യാത്രക്കാരും ജീവനക്കാരും ജാഗ്രത പാലിക്കണമെന്നും CARUA യോഗം അഭ്യർത്ഥിച്ചു. തീവണ്ടി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും നേരെയുള്ള ആക്രമണങ്ങൾ, പിടിച്ചുപറി, കവർച്ച, കമ്പാർട്ട്മെന്റുകളിലെ ഓവർ ക്രൗഡ് മൂലമുള്ള യാത്രക്കാരും TTയും തമ്മിലുള്ള തർക്കങ്ങൾ, കോച്ചുകളിലെ അരക്ഷിതാവസ്ഥ എന്നിവയ്ക്ക് കാരണം ശുചീകരണ ജീവനക്കാർ മുതൽ ലോക്കോ പൈലറ്റ് വരെയുള്ള വിവിധ തസ്തികകളിൽ വർഷങ്ങളായുള്ള ഒഴിവുകൾ നികത്താത്തതാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ C ചാക്കുണ്ണി പറഞ്ഞു. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി V മുരളീധരനും റെയിൽവേ മന്ത്രാലയത്തിനും നിവേദനം സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ പ്രധാന ഓവർകേഡാണ് പ്രധാന കാരണം. പരശുരാമ എക്സ്പ്രസിലെ സഹോദരിമാർക്ക് കുഴഞ്ഞ മിനിറ്റ് പോലും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. 5 ജനറൽ കമ്പാർട്ട്മെന്റ് വരുമാനം വർദ്ധിക്കാൻ വേണ്ടി വെട്ടിക്കുറച്ച് 2-3 പരിമിതപ്പെടുത്തി ബാക്കി സ്ലീപ്പർ കമ്പാർട്ട്മെന്റും ജനറൽ കമ്പാർട്ട്മെന്റും AC കോച്ചാക്കി വർദ്ധിപ്പിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം
നിരുത്തരവാദിത്വമില്ലാത്ത കാര്യമാണ്. ഇത് യാത്രക്കാരോടുള്ള അവകാശ ലംഘനമാണിത്. ഇതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സോണൽ, ഡിവിഷണൽ സ്റ്റേഷൻ മാനേജർമാർ അടിയന്തരമായി യൂസേഴ്സ് കൺസൾട്ടീവ് കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അസോസിയേഷൻ യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ കേരള റീജിയൻ വൈസ് പ്രസിഡന്റ് എം കെ അയ്യപ്പൻ, സെക്രട്ടറി പി ഐ അജയൻ, ദേശീയ ചെയർമാൻ ഡോക്ടർ എ വി അനൂപ്, ദേശീയ കൺവീനർ സൺഷൈൻ ഷൊർണൂർ, പ്രൊഫസർ ഫിലിപ്പ് കെ ആന്റണി, ബേബി കിഴക്കേ ഭാഗം, കെ വി മെഹബൂബ്, തെലുങ്കാന ആന്ധ്ര കൺവീനർ ഡോക്ടർ കെ എസ് ജോൺസൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SYS പ്ലാറ്റൂൺ സേനാ പ്രഖ്യാപനവും പ്ലാറ്റൂൺ അസംബ്ലിയും ഏപ്രിൽ 19 മുതലക്കുളത്ത് നടക്കും. SYS പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ അസംബ്ലികൾ സംഘടിപ്പിക്കുന്നതെന്ന് SYS നേതാക്കൾ പറഞ്ഞു. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിലാണ് SYSന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്നത്. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്ലാറ്റൂൺ അസംബ്ലികൾ വലിയ വിചാരവേദികളായി മാറും. ഏപ്രിൽ 18, 19, 20 തീയതികളിലായാണ് കേരളത്തിന്റെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഈ പരിപാടി നടക്കുന്നത്. സമസ്ത കേരള സുന്നി യുവജന സംഘം സംഘടനയുടെ 70ാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കർമ്മ പദ്ധതികൾ നടപ്പാക്കുന്നു. കർമ്മ പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാനത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 20,000 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സന്നദ്ധ സേനയായ പ്ലാറ്റൂണുകളുടെ പ്രഖ്യാപനവും പ്ലാറ്റൂൺ അസംബ്ലിയും ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ സംസ്ഥാനത്തിന്റെ 11 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കും. ഏപ്രിൽ 18, 19, 20 തീയതികളിലാണ് പ്ലാറ്റൂൺ അസംബ്ലികൾ നടക്കുക. ഏപ്രിൽ 19 വെള്ളിയാഴ്ചയാണ് കോഴിക്കോട് മുതലക്കുളത്ത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പ്ലാറ്റൂൺ അസംബ്ലിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത്, SSF സംഘടനാ ഘടകങ്ങളുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്നും SYS പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി, ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UDF സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടക്കുന്ന കലാജാഥ ബേപ്പൂർ മണ്ഡലത്തിലെത്തി. മാത്തോട്ടത്ത് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KK ആലിക്കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സഹോദരങ്ങളെ എത്തിച്ച് ഭയാശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നവരെ ഇനിയും എന്തിനു തെരഞ്ഞെടുക്കും? കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ പ്രചരണാർത്ഥം ലോക്സഭാ മണ്ഡലം സാംസ്കാരിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാജാഥ ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്തോട്ടത്ത് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KK ആലിക്കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 272 സീറ്റുകളിൽ മാത്രമേ നമുക്ക് അതിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കി കേരള ജനതയോട് കേവലം 36 സീറ്റുകൾ മത്സരിക്കുന്ന ഇന്ത്യയിലെ ഒരു പാർട്ടി പറയുകയാണ് BJPയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് എന്തൊരു വിരോധാഭാസമാണെന്ന് മാത്രമേ എനിക്ക്. K സുരേഷ്, കാവിൽ P മാധവൻ, K കുമാരൻ, മുരളി ബേപ്പൂർ, ഹെബീഷ് മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. ബേപ്പൂർ മേഖല UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MI മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. AM അനിൽകുമാർ, സ്വരൂപ് ശിവപുരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത് ഞാനമ്മേ സഖാവ് ഞാൻ കരുതി പത്രക്കാരായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും തകരാറുകൾ പറ്റിയിരിക്കും. കുറച്ചു മുമ്പ് മാസപ്പടിയിൽ വെച്ചപ്പോ ഒന്നുകൂടാ എനിക്ക്. പക്ഷേ ഇതിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂല. എന്തെങ്കിലും ചെയ്യണം. എനിക്ക് ഇപ്പൊ കസേരയിൽ യുദ്ധം കിട്ടുന്നില്ല. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ
ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ നടപ്പിലാക്കുന്ന വുമൺസ് ഓൺ വീൽസ് പദ്ധതി പ്രകാരം വനിതകൾക്കായി ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാതല ഉദ്ഘാടനം ഡയറക്ടർ ബേബി കിഴക്കേ ഭാഗം നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ വുമൺസ് ഓൺ വീൽസ് പദ്ധതി പ്രകാരം ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. വനിതാ ഹാപ്പിനെസ് ഉയർത്തുന്നതിനു വേണ്ടി 10,000 ഇരുചക്ര വാഹനങ്ങൾ പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും CSR ഫണ്ട്, മാർക്കറ്റിംഗ് ഫണ്ട്, കൗഡ് ഫണ്ട് തുടങ്ങിയവ പ്രയോജനപ്പെടുത്തിയാണ് വിതരണം ചെയ്യുന്നത്. 1,20,000 രൂപ വിലയുള്ള ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ 60,000 രൂപയ്ക്കാണ് നൽകുന്നത്. കോഴിക്കോട് ജില്ലയിലെ വിതരണം ജവഹർ നഗർ അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ഡയറക്ടർ ബേബി കിഴക്കേ ഭാഗം വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് നിർവഹിച്ചു. 10,000 വണ്ടിയാണ് ഞങ്ങൾ 2023-24 വർഷത്തിൽ പദ്ധതിയിട്ടത്. അതിന്റെ കോഴിക്കോട് ജില്ലയിൽ ഫെബ്രുവരി 4-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയും അതിന്റെ വാഹനങ്ങൾ നമ്മൾ 100-300 വാഹനങ്ങൾ ലഭിക്കുമെന്ന് കരുതിയുള്ള പ്ലാനിങ് ചെയ്തിരുന്നു. പക്ഷേ 1000 വാഹനങ്ങൾ ഇവിടെ രജിസ്ട്രേഷൻ കിട്ടും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദ്യ രജിസ്ട്രേഷൻ കിട്ടിയത് കോഴിക്കോടാണ്. ആ വാഹനം ഫെബ്രുവരി 4-ാം തീയതി ഇവിടെ വിതരണം ചെയ്ത് തുടങ്ങി. അതിന്റെ ബാക്കിയുള്ള വാഹനത്തിന്റെ ഇനി 100-150 വാഹനം ഇനി കൊടുക്കാനുണ്ട്. ആ വാഹനത്തിന്റെ ലാസ്റ്റ് ഘട്ടമാണ് ഇതിൽ ഒരു ഘട്ടമാണ് ഇത് വിതരണം ചെയ്തത്. നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഈ പദ്ധതിയിൽ 56,000 രൂപ അല്ലെങ്കിൽ 60,000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ 56,000 രൂപ നിങ്ങളുടെ ഷെയറാണ്. ആ മറ്റേ 56,000 രൂപ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വകാര്യ പൊതുമേഖലയിലുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ അവരുടെ പിയൂൺ തൊട്ട് അതിന്റെ MD അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ വരെ അധ്വാനിച്ച പൈസ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി കിട്ടുന്നതാണ്. ആ 56,000 രൂപ അവരുടെ കമ്പനി ലാഭം ഉണ്ടാക്കിയാൽ 2% സാമൂഹിക സുരക്ഷാ ഫണ്ടിലേക്ക് കൊടുക്കണമെന്നുള്ള നിയമം നിലവിലുണ്ട്. അത് പ്രകാരം ഞങ്ങൾ പ്രോജക്റ്റ് കൊടുത്ത് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ 56,000 രൂപ തന്നെ 56,000 രൂപ ഒരു സമൂഹത്തിൽ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ കമ്പനിക്ക് ലാഭം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന കമ്പനികളുടെ 2% കിട്ടുന്ന തുക കേരള നാഷണൽ NGO കോൺഫെഡറേഷൻ പ്രോജക്റ്റ് കൊടുത്ത് അപ്രൂവ് ചെയ്ത പൈസയാണ് നിങ്ങളുടെ കൈകളിൽ മാറി. കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി P. സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ജാനകി പ്രൊജക്ട് വിശദീകരിച്ചു. ജില്ലയിലെ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസികളായ EDS, അവെയർ, കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സർവീസ് സൊസൈറ്റി, KGNS എന്നിവർ എടുത്ത ഓർഡർ പ്രകാരമുള്ള ഹോണ്ട ആക്ടിവ വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കുന്ന റംസാൻ സന്ദേശം എന്ന പുസ്തകത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ചടങ്ങ് സാഹിത്യകാരൻ PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. രാമനാട്ടുകര നേതാജി കൾച്ചറൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നേതൃത്വത്തിൽ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കുന്ന റംസാൻ സന്ദേശം പുസ്തകത്തിന്റെ ബ്രോഷർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അംഗം S. പ്രിയ പ്രകാശനം ചെയ്തു. PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിലേക്ക് ഒരാൾ പാസ്ബുക്കായിട്ട് കയറിപ്പോയാൽ മടങ്ങി വരുമ്പോൾ ഒന്നുകിൽ പാസ്ബുക്കിലെ കാശ് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടാവും. എന്തൊന്നും സംഭവിക്കും. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിലവിലുള്ള സ്നേഹത്തിൻ്റെ യൂണിറ്റ് കൂട്ടാനല്ലേ വർത്തമാനം പറയേണ്ടത്? 50 യൂണിറ്റ് ഇപ്പം എന്നോട് സ്നേഹമുള്ള ഒരാളെ കണ്ടിട്ട് അത് എങ്ങനെ 60 പറ്റുമെന്ന് വേണ്ടേ ഞാൻ ചിന്തിക്കാൻ? ഇത് സംഭവിക്കുന്ന എന്താ? ആ 50 യൂണിറ്റ് ഉള്ളത് 2 കുശലം ചോദിച്ച് ഞാൻ മടങ്ങുമ്പോഴേക്കും അയാൾ അതിനെ 10 ചുരുക്കും. കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ലല്ലോ, ക്ഷീണിച്ചു പോയല്ലോ, മാരകമായ അസുഖം വല്ലതും വന്നോ? കുശലാണ്. അയാൾ മാർക്ക് ഓർത്തില്ലേ?
അയാൾ വിഷയം മാറ്റി, മകൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് പാസ്സായി, നിങ്ങളെ അറിയിക്കാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ കാലത്ത് ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സായിട്ട് എന്താ കാര്യം? ആ തെക്കേപ്പാട്ട രാമൻകുട്ടിക്ക് വലിയ മാർക്കൊക്കെ കിട്ടിയ അവസാനം ആത്മഹത്യ ചെയ്തില്ലേ, പണിയൊന്നുമില്ലാതെ? ഇതപ്പോഴാണോ പറയേണ്ടത്? ഹാഷിം ശിഹാബ് തങ്ങൾ, ആറ്റക്കോയ പള്ളിക്കണ്ടി, MG അശോകൻ, സംവിധായകൻ PK ബാബുരാജ്, MP ഷാഹുൽ ഹമീദ്, ഡോക്ടർ K പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. നെടുപ്പാശ്ശേരി ശ്രീ ഭഗവതി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണത്തോടെയാണ് പൂജാതി കർമ്മങ്ങളും തിറയാട്ടങ്ങളും നടന്നത്. ഗണപതി ഹോമം, പൂജകൾ, തായമ്പക, വെള്ളാട്ടുകൾ, പ്രസാദഊട്ട്, താലപ്പൊലി, തിറയാട്ടങ്ങൾ എന്നിവയായിരുന്നു താലപ്പൊലി ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ. കലശം എരഞ്ഞിപ്പാലം തായാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. മലാപ്പറമ്പ് അനുഷ്ഠാന കലാക്ഷേത്ര കലാകാരന്മാർ തെയ്യം ഒരുക്കങ്ങൾക്കും ചമയങ്ങൾക്കും നേതൃത്വം നൽകി. ഭക്തരുടെ തിറ വഴിപാടുകളും ഉത്സവ ദിനങ്ങളിൽ നടന്നു. തായമ്പകയിലും മറ്റ് വാദ്യമേളങ്ങളിലും നിരവധി ക്ഷേത്ര കലാകാരന്മാർ അണിനിരന്നു. വാദ്യങ്ങളുടെയും തിറയാട്ടങ്ങളുടെയും അകമ്പടിയോടെ നടന്ന താലപ്പൊലിയിൽ സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളോടൊപ്പം ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും 2 ദിവസത്തെ പരിപാടികൾക്ക് ഏകോപനം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എരവട്ടൂർ കുട്ടോത്ത് തേക്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി. മുഖ്യ തന്ത്രി ബാണത്തൂരില്ലത്ത് ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പുനഃപ്രതിഷ്ഠയുടെ മുന്നോടിയായി പ്രസാദ പ്രതിഷ്ഠ, നാന്ദി പുണ്യാഹം, നപുംസക ശിലാപ്രതിഷ്ഠ, രക്തന്യാസം, പീഠപ്രതിഷ്ഠ, പാണി, കലശങ്ങളും ബിംബങ്ങളും എഴുന്നള്ളിക്കൽ, പരാവാഹന, അവസ്ഥാവാഹന, മന്ത്രാവാഹന, ദാനം എന്നീ മംഗളകർമ്മങ്ങൾ നടന്നു. തുടർന്ന് എരവട്ടൂർ കുട്ടോത്ത് തേക്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പഞ്ചലോഹത്തിൽ ഗോളകം ചെയ്ത മഹാവിഷ്ണു ദേവന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. മുഖ്യതന്ത്രി ബാണത്തൂരില്ലത്ത് ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. പാതിരിശ്ശേരി ഇല്ലത്ത് ശ്രീകുമാർ നമ്പൂതിരിപ്പാട്, പുല്ലങ്കോടില്ലം വിഷ്ണു നമ്പൂതിരിപ്പാട്, ചേലൂരില്ലത്ത് മോഹനൻ നമ്പൂതിരിപ്പാട്, ബാണത്തൂരില്ലത്ത് സുരേഷ് നമ്പൂതിരി, സുദേവൻ നമ്പൂതിരി എന്നിവർ ഉപകർമ്മികളായി. VP രാമചന്ദ്രൻ നായർ പ്രസിഡന്റായ ക്ഷേത്ര കമ്മിറ്റിയും TK ബാലഗോപാലൻ ചെയർമാനും K ഗിരീഷ് കുമാർ സെക്രട്ടറിയുമായുള്ള പുനഃപ്രതിഷ്ഠാ കമ്മിറ്റിയാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെയും നമസ്കാര മണ്ഡപത്തിന്റെയും കിണറിന്റെയും ചുറ്റമ്പലത്തിന്റെയും പണികൾ പൂർത്തീകരിച്ചത്. പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഏപ്രിൽ 18-ന് ബ്രഹ്മകലശാഭിഷേകം, അലങ്കാരപൂജ, ശ്രീഭൂതബലിയോടുകൂടി പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ എന്നിവയും പൂർത്തീകരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരുവിലെ മക്കൾ ചാരിറ്റി പെരുന്നാൾ, വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വഴിയോരങ്ങളിൽ അന്തിയുറങ്ങുന്നവർക്ക് ഭക്ഷണം നൽകി. സലീം വട്ടക്കിണർ ഉദ്ഘാടനം നിർവഹിച്ചു. ചാരിറ്റി സംഘടനാ പ്രവർത്തകർ നേതൃത്വം നൽകി. കേരളത്തിലെ തെരുവോരങ്ങളിൽ അകപ്പെട്ടുപോയ സഹോദരങ്ങൾക്ക് വേണ്ടി 1/4 നൂറ്റാണ്ടിലേറെയായി അന്നദാനവും ആശ്വാസവും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന തെരുവിലെ മക്കൾ ചാരിറ്റി. കോഴിക്കോടിൻ്റെ തെരുവീഥികളിൽ ഒരു നേരത്തെ അന്നദാനത്തിൽ ആരംഭിച്ച ഈ പ്രവൃത്തി ശാസ്ത്രീയമായ രീതിയിൽ ഇന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഫുഡ് ബാങ്ക് എന്ന സംവിധാനത്തിലൂടെയാണ് നടപ്പിലാക്കി വരുന്നത്.
പെരുന്നാൾ വിഷു സ്പെഷ്യൽ അന്നദാനം സംഘടനാ ഫൗണ്ടർ ചെയർമാൻ സലീം വട്ടക്കിണർ ഉദ്ഘാടനം ചെയ്തു. സുഭാഷ്, സമീർ, അയ്യൂബ് എന്നിവർ നേതൃത്വം നൽകി. ശോഭിക മാൾ സ്പോൺസർ ചെയ്ത പാളയം ഫുഡ് കൗണ്ടറിൽ തെരുവോരങ്ങളിൽ അകപ്പെട്ടു പോയ സഹോദരങ്ങൾക്കായി സ്ഥിരമായി അന്നദാനം നൽകി വരുന്നുണ്ട്. പെരുന്നാൾ വിഷു ദിനത്തിൽ സ്പെഷ്യലായി ആയിരുന്നു അന്നദാനം. ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ലിമിറ്റഡിൻ്റെ സഹകരണത്തോടെയാണ് പരിപാടി നടപ്പാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അക്ബർ ഹോളിഡേയ്സ്, അക്ബർ സ്റ്റഡി എബ്രോഡ് എന്നിവയുടെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം സുധീർ കരമന ഉദ്ഘാടനം ചെയ്തു. അക്ബർ ട്രാവൽ സാരഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ ട്രാവൽ കമ്പനിയായ അക്ബർ ട്രാവൽസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അക്ബർ ഹോളിഡേയ്സ്, അക്ബർ സ്റ്റഡി എബ്രോഡ് എന്നിവയുടെ പുതിയ ഓഫീസ് YMCA ക്രോസ് റോഡിൽ മറീന റെസിഡൻസിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം സുധീർ കരമന ഉദ്ഘാടനം നിർവഹിച്ചു. അക്ബർ ഹോളിഡേയ്സ് CEO ബനസിർ നാസർ, അക്ബർ travel.com CEO നിഖിൽ കൃഷ്ണൻ, അക്ബർ സ്റ്റഡി എബ്രോഡ് ബ്രാഞ്ച് ഹെഡ് നീനു നിഖിൽ, അക്ബർ ഹോളിഡേയ്സ് ബ്രാഞ്ച് മാനേജർ റെജീന രജിത്ത്, അക്ബർ ഹോളിഡേയ്സ് വൈസ് പ്രസിഡന്റ് ജയൻ ജോസഫ്, അക്ബർ ഓൺലൈൻ കേരള റീജിയണൽ മാനേജർ PK ലാൽ എന്നിവർ സംസാരിച്ചു. ദേശീയ അന്തർദേശീയ ടൂർ പാക്കേജുകൾ അക്ബർ ഹോളിഡേയ്സും അക്ബർ സ്റ്റഡി എബ്രോഡ് 2000-ഓളം വിദേശ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് പഠനം ഏകീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് അക്ബർ ഹോളിഡേയ്സ് CEO ബനസിർ നാസർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. എല്ലാവരും ഞങ്ങൾ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ട് നിങ്ങളെ പേരൻസിന് ഞങ്ങൾ കോൺഫിഡൻസ് കൊടുക്കും. നിങ്ങളെ കുട്ടി അവിടെ പോയാൽ പഠിച്ച് നല്ലൊരു ഇതായിട്ട് വരും എന്നുള്ളൊരു രീതിയിൽ. ഓൾസോ ഞങ്ങൾ പ്ലേസ്മെൻറ്റ്സും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. സോ സ്റ്റഡി അബ്രോഡ് ഈസ് ഗോയിങ് ഇൻ എ വെരി ബിഗ് വേ. ഞങ്ങളൊരു മോർ ദാൻ 2000 സ്റ്റുഡൻസ് വി സെൻറ്റ് അബ്രോഡ്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ദ സപ്പോർട്ട് ഫോർ ദ സെയിം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബോണ്ട് രാഷ്ട്രീയം വഴി പ്രധാനമന്ത്രി തീവെട്ടി കൊള്ളയ്ക്കാണ് വഴിയൊരുക്കിയതെന്ന് രാഹുൽ ഗാന്ധി. തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഓഡിറ്റിംഗ് നടത്തി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് CARUA. SYS പ്ലാറ്റൂൺ സേനാ പ്രഖ്യാപനവും പ്ലാറ്റൂൺ അസംബ്ലിയും ഏപ്രിൽ 19 കോഴിക്കോട്. MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കലാജാഥ ബേപ്പൂർ മണ്ഡലത്തിൽ. എരവട്ടൂർ കുട്ടോത്ത് തേക്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.